നിത്യസഹായ മാതാവിൻ്റെ ഒറിജിനൽ ചിത്രമാണ് നാം വണങ്ങേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും. അതാ മാർപ്പാപ്പ പറഞ്ഞത്. അതിൻ്റെ ഒത്തിരി വ്യാജ ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഒറിജിനൽ വ്യാജം എന്ന് നമുക്ക് തിരിച്ചറിയാം? 2 ചിത്രം ഇവിടെ വെച്ചിട്ട്, ഒന്ന് നമ്മൾ ഇതിനു മുമ്പ് വരെ നമ്മുടെ പള്ളിയിൽ ഉപയോഗിച്ചിരുന്ന ചിത്രം, മറ്റൊന്ന് പുതിയതായിട്ട് വെച്ചതാണ്. അപ്പോൾ ചിലർ ചോദിച്ച് എന്തേ മാറ്റി വെച്ച്? ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ നിത്യസഹായ മാതാവിൻ്റെ ചിത്രത്തിന് ചില പ്രത്യേകതകളുണ്ട്. അത് നിങ്ങൾക്കറിയാൻ പറ്റും. അതെന്താന്ന് വെച്ചാൽ, പരിശുദ്ധ മാർപ്പാപ്പ 9-ാം പിയൂസ് മാർപ്പാപ്പ പ്രൊമോട്ട് ചെയ്ത, പ്രചരിപ്പിക്കാൻ ആവശ്യപ്പെട്ട പേപ്പൽ അപ്രൂവലുള്ള മാതാവിൻ്റെ ഒരു രൂപമാണ്, ചിത്രമാണ് നിത്യസഹായ മാതാവിൻ്റെ രൂപം. മാതാവിൻ്റെ പല രൂപങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഒരു പേപ്പൽ അപ്രൂവലുള്ള രൂപം എന്ന് പറയാമെങ്കിൽ നിത്യസഹായ മാതാവിൻ്റെതാണ്. അതുകൊണ്ടാണ് എല്ലാ പള്ളികളിലും നിത്യസഹായ മാതാവിൻ്റെ നൊവേനയുണ്ട്, നിത്യസഹായ മാതാവിൻ്റെ ചിത്രങ്ങൾ വയ്ക്കാറുണ്ട്. പക്ഷേ നിത്യസഹായ മാതാവിൻ്റെ ചിത്രം വളരെ പോപ്പുലർ ആയതുകൊണ്ട് വളരെയേറെ വ്യാജ ചിത്രങ്ങൾ നിത്യസഹായ മാതാവിൻ്റെ നാമത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതും ഇതും എങ്ങനെ തിരിച്ചറിയാമെന്നാണ് അച്ഛൻ പറയാൻ പോകുന്നത്. ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കേണ്ടത്, നിത്യസഹായ മാതാവിൻ്റെ ചിത്രത്തിന് മാർപ്പാപ്പയുടെ അപ്രൂവൽ കിട്ടാൻ ഒരു കാരണം, നമ്മുടെ സഭയുടെ പൗരാണികമായ ഒരു പാരമ്പര്യമാണ് ഈ നിത്യസഹായ മാതാവിൻ്റെ ചിത്രം വരച്ചത് വിശുദ്ധ ലൂക്കാ സുവിശേഷകനാണ് എന്നത്. അതുകൊണ്ട് നിത്യസഹായ മാതാവിൻ്റെ ചിത്രത്തെപ്പറ്റി പറയും ലൂക്ക വരച്ച സുവിശേഷം. ഇപ്പം നമ്മുടെ ബൈബിളിലുള്ളത് ലൂക്ക എഴുതിയ സുവിശേഷം. എന്നാൽ നാം നിത്യസഹായ മാതാവിൻ്റെ ചിത്രത്തിൽ കാണുന്നത് ലൂക്ക വരച്ച സുവിശേഷം. അദ്ദേഹം അത് വരയ്ക്കാൻ കാരണവും ആ സുവിശേഷം നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അതറിഞ്ഞിരുന്നാലേ ആ ചിത്രത്തിൻ്റെ പ്രാധാന്യം അറിയാൻ പറ്റുള്ളൂ. അതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം തന്നെ, നമ്മുടെ കർത്താവിൻ്റെ ഇൻഫൻസി നരേറ്റീവ്സ്, കുഞ്ഞായിരുന്നപ്പോൾ കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എല്ലാം എഴുതിയത് ലൂക്ക എന്ന സുവിശേഷകനാണ്, ലൂക്കയാണ്. അദ്ദേഹത്തിന് അത് എങ്ങനെ കിട്ടി? അദ്ദേഹം മാതാവിനോട് നേരിട്ട് ചോദിച്ചു. മാതാവിന് മാത്രം അറിയാവുന്ന സ്തോത്രഗീതമായാലും മംഗളവാർത്തയായാലും കുഞ്ഞിൻ്റെ ജനനമായാലും അറിയിപ്പായാലും എല്ലാം കൃത്യമായ അറിവ് ലൂക്കയ്ക്ക് കിട്ടണമെങ്കിൽ മാതാവുമായിട്ട് സംസാരിക്കണം. അതുകൊണ്ട് മാതാവിൻ്റെ ഒരു ഭക്തനായിരുന്നു വിശുദ്ധ ലൂക്ക. മാതാവുമായിട്ട് ലൂക്ക സംസാരിച്ചതിൻ്റെ പേരിലാണ് ആ ലൂക്കായുടെ സുവിശേഷൻ്റെ ആദ്യ ഭാഗത്തുള്ള കുഞ്ഞായിരിക്കുമ്പോഴുള്ള കാര്യങ്ങൾ കിട്ടുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ മാതാവ് പറഞ്ഞ ഒരു കാര്യമാണ് ലൂക്ക ചിത്രമായിട്ട് വരച്ചത്. അതുകൊണ്ട് ഈ ഇരിക്കുന്ന ചിത്രം ഒരു റിയൽ ആർട്ടല്ല, ഒരു സിംബോളിക് ആർട്ടാണ്. റിയൽ ആർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുകളിൽ, ആൾത്താരുടെ മുകളിൽ പിതാവായ ദൈവത്തിൻ്റെ ചിത്രമുണ്ട്, അത് റിയൽ ആർട്ടാണ്. ഇവിടെ ഇതിൻ്റെ അങ്ങേവശ സ്ലീഹന്മാരുണ്ട്, നമ്മുടെ ക്രിസ്തുവിൻ്റെ ഈശോയുടെ ജനനം, ഈശോയുടെ ഉത്ഥാനമൊക്കെ അതൊക്കെ റിയൽ ആർട്ട് എന്ന് പറയാം. അത് അതിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ അറിയാം, അത്രേ ഉള്ളൂ. പക്ഷേ ഐക്കൺ, നിത്യസഹായമാതാവിൻ്റെ രൂപം എന്നതൊരു ഐക്കൺ ആണ്, അത് റിയൽ ആർട്ടല്ല. അതിൽ ഓരോ വരയും നിറവും ചിത്രവും എല്ലാം റിയൽ ആയിട്ടുള്ളതല്ല, അതൊരു മെസ്സേജ് തരുന്നതാണ്. അതിനെ ഐക്കൺ എന്ന് പറയുന്നത്. ഐക്കൺ, അതിലെ ഓരോ നിറവും ഓരോ വരയും ഓരോ ചിത്രവും നമുക്ക് ഓരോ അർത്ഥങ്ങൾ തന്നെ. ആ അർത്ഥം അറിഞ്ഞിരുന്നാലേ ആ രൂപം സുവിശേഷം ആവുള്ളൂ. എന്താണ് ലൂക്കാസ് ആ ചിത്രത്തിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ലൂക്കയോട് മാതാവ് പറഞ്ഞൊരു സംഭവമാണ് ഈ ചിത്രം വരയ്ക്കാനുള്ള പ്രചോദനം. എന്താന്ന് പറഞ്ഞാൽ, മാതാവ് ലൂക്കയോട് പറഞ്ഞിട്ടുണ്ടാവണം, ചെറുപ്പത്തിൽ ഈശോയുടെ ജീവിതത്തിൽ നടന്നൊരു സംഭവമാണ്. ഒരു ദിവസം ഈശോ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ, എവിടെയെങ്കിലും ആയിരുന്നപ്പോൾ, ഈശോയുടെ മുമ്പിൽ മിഖായേൽ മാലാഖയും ഗബ്രിയേൽ മാലാഖയും പ്രത്യക്ഷപ്പെട്ടു. അതിൽ മിഖായേൽ മാലാഖ, നിങ്ങൾക്ക് ഈ ചിത്രത്തിൻ്റെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. മിഖായേൽ മാലാഖ ഒരു കുന്തവും, കർത്താവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയ കുന്തം,
പിന്നെ നീർപ്പഞ്ഞിയിൽ കയ്പുനീര് കൊടുത്ത ആ വലിയ ഞാങ്ങണ ഇതുമായിട്ട് വന്നു. അതേസമയം ഗബ്രിയേൽ മാലാഖ കുരിശുമായിട്ട് വന്നു. ഇങ്ങനെ 2 മാലാഖമാര് കർത്താവിൻ്റെ പീഡനോപകരണങ്ങൾ ഈശോയെ കാണിച്ചു എന്നാണ്. അപ്പോൾ അത് കണ്ട് പേടിച്ച ഈശോ ഓടി മാതാവിൻ്റെ അടുക്കൽ ചെന്ന് മടിയിൽ കയറിയിരുന്നു. ഇതാണ് ആ ചിത്രം. ആ ചിത്രത്തിൽ നോക്കിയാൽ നമുക്കിപ്പോൾ കാണാവുന്നത് ഏറ്റവും മുകളിൽ ഒരു ഗ്രീക്ക് ലെറ്റേഴ്സിൽ കിടക്കുന്നത് ദൈവമാതാവ് എന്നതിൻ്റെ ഏതാനും അക്ഷരങ്ങളാണ് ആദ്യം മുകളിൽ കിടക്കുന്നത്. ഗബ്രിയേൽ മാലാഖയുടെ ആ വശത്ത് കിടക്കുന്ന ഗബ്രിയേൽ മാലാഖ എന്ന് കാണിക്കുന്ന വാക്കും മിഖായേൽ മാലാഖയുടെ മിഖായേൽ എന്ന് കാണിക്കുന്ന വാക്കുമാണ് ആ കിടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈശോയുടെ രൂപത്തിൻ്റെ ആ ചിത്രത്തിൻ്റെ അടുക്കൽ ക്രിസ്തു എന്ന് കാണിക്കുന്ന ഗ്രീക്ക് വാക്ക് കിടക്കുന്നു. അപ്പോൾ അത് ആരാന്ന് കാണിക്കാനാണ് സ്ലീഹ അത് ചെയ്തത്. ഇനിയാണ് അതിൻ്റെ അർത്ഥതലങ്ങൾ ഇങ്ങനെയുള്ളത്. ഒന്ന്, നമ്മുടെ കർത്താവിൻ്റെ മരണത്തെ പ്രതിദാനം ചെയ്യാനായിട്ട് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ഈശോ മാതാവിൻ്റെ അടുക്കലേക്ക് ഓടി വന്നു, പേടിച്ചോടി. അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു കാര്യമാണ് ചെരുപ്പിൻ്റെ വാറ് പൊട്ടിപ്പോയി. അതുകൊണ്ടാണ് പൊട്ടിയ വള്ളി ഒരു ചെരുപ്പ് തൂങ്ങിക്കിടക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ആ ചിത്രത്തിൽ. അപ്പോൾ ഓടി വന്നു കഴിഞ്ഞപ്പോൾ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിപ്പോയി പോലും. ആ ഓട്ടത്തിൻ്റെ ശക്തി കാണിക്കാൻ ലൂക്ക വരച്ചു വെച്ചതാണ് പൊട്ടിയ ചെരുപ്പ്. അതോടൊപ്പം തന്നെ അത് കാണിക്കുന്ന ചില മീനിങ്സ് ഉണ്ട്. ഒന്ന്, മാതാവിൻ്റെ ചുണ്ട് വളരെ ചെറുതാണ് എന്ന് വെച്ചാൽ ഒന്നും സംസാരിക്കാതെ മാതാവ് നേരെ നമ്മുടെ നേരെ നോക്കുകയാണ്. മാതാവ് എങ്ങടെ ഈ ചിത്രത്തിൽ എങ്ങടെ നോക്കണേ നോക്ക്, ആ ചിത്രത്തിൽ എങ്ങോട്ടാ നോക്കണേ നോക്ക്. ഇതാ ഈ വ്യാജനും ഒറിജിനലും കണ്ടുപിടിക്കാനുള്ള വഴി. ഈ ചിത്രത്തിൽ മാതാവ് എങ്ങോട്ടോ തിരിഞ്ഞു നോക്കിയേക്കാണ്. അതേസമയം അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ നേരെ മാതാവ് നോക്കും. നിങ്ങൾ പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ ഇങ്ങനെ ഒരു മനോഹരമായ രംഗമുണ്ട്. ഗിബ്സൺ അദ്ദേഹം കർത്താവിനെ കുരിശിൽ നിന്ന് ഇറക്കി മാതാവിൻ്റെ മടിയിൽ കിടത്തിയതിന് ശേഷം മാതാവ് നമ്മുടെ നേരെ നോക്കുന്ന ഒരു രംഗമുണ്ട്. അത് ഈ നിത്യസഹായ മാതാവിൻ്റെ ചിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്താണ്. എന്തിനാ നമ്മുടെ നേരെ നോക്കണത്? മാതാവ് പറയുകയാണ്, എൻ്റെ മകൻ്റെ പീഡാസഹനങ്ങളുടെ കാരണം നിങ്ങളാണ്, നിങ്ങളുടെ പാപങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ മകൻ ഇത്രയും കഷ്ടപ്പെട്ടത്, പീഡകൾ അനുഭവിച്ചതെന്ന് മാതാവ് മൗനമായി പറയുന്നതാണ് നിത്യസഹായ മാതാവിൻ്റെ പ്രധാന മെസ്സേജ്. അപ്പോൾ മാതാവ് നമ്മുടെ നേരെ നോക്കുകയാണ്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നോക്കിയറിയാം മാതാവ് എങ്ങടെ നോക്കിയിരിക്കണേന്ന്. പിന്നെ മറ്റൊന്നുള്ളത്, മാതാവ് ഒരു നീല അങ്കി അണിഞ്ഞിട്ടുണ്ട് നിത്യസഹായ മാതാവിൻ്റെ രൂപത്തിൽ, ഒറിജിനൽ രൂപത്തിൽ. നീല അങ്കി കാണിക്കുന്ന യഹൂദ കന്യകമാരെ കാണിക്കാനാണ്. അവളുടെ പ്രസവം കഴിഞ്ഞു, പക്ഷെ അവൾ നിത്യകന്യകയാണെന്ന് കാണിക്കാൻ നീല അങ്കിയിൽ ആ ചിത്രം രൂപീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉൾഭാഗത്ത് ചുവന്ന ഒരു ഉൾവസ്ത്രം കാണാം. മാതാവിൻ്റെ രാജകന്യക രാജത്വത്തെ വിളംബരം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവളുടെ ആന്തരിക രക്തസാക്ഷിത്വത്തെ കാണിക്കുന്നു. അതിനാണ് ആ ചുവന്ന അങ്കി കാണിച്ചിട്ടുള്ളത്. മാതാവിൻ്റെ തലയിൽ ഒരു കിരീടം ലൂക്ക വരച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല. ഈ ചിത്രത്തിന് പ്രചാരം കിട്ടിയപ്പോൾ പലരും രൂപങ്ങൾ വരച്ചു കൂട്ടിയതിൻ്റെ ഒരു കുറെ കിരീടവും പ്രകാശവും എല്ലാം ആഡ് ചെയ്തതാണ്. അങ്ങനെ ലൂക്ക വരച്ച ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്വർണ്ണ നിറത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടാണ്. അത് സ്വർഗത്തെ കാണിക്കാനാണ്. നമ്മുടെ പള്ളിയിൽ ഗോൾഡ് പെയിന്റ് അടിച്ചു വെച്ചിരിക്കുകയാണ്, വില കുറവാണ്. അതേസമയം ചെയ്യേണ്ടത് ഗോൾഡ് ഫോയിലുകൾ കൊണ്ട് ക്രമീകരിക്കാം. തങ്കം പോലെ ഇരിക്കും, വെട്ടിത്തിളങ്ങും. പഴയ അൾത്താരകളെല്ലാം ഗോൾഡ് ഫോയിലിൽ പൊതിയുമായിരുന്നു. കാരണം സ്വർണം എന്നത് സ്വർഗത്തിന്റെ പ്രതീകമാണ്. അൾത്താര സ്വർഗമാണെന്ന് കാണിക്കാനാണ് തങ്ക പെയിന്റ് അടിക്കുന്നത്, ഗോൾഡ് ഫോയിൽ ചെയ്യും. ഇതിപ്പോൾ നമ്മൾ ഗോൾഡ് പെയിന്റ് ചെയ്തിരിക്കുകയാണ്. നന്നായിട്ട് പ്രകാശം കിട്ടിയാലേ ഇത് തിളങ്ങി നിൽക്കുകയുള്ളൂ. അപ്പോൾ ഗോൾഡ് പെയിന്റ് വെറുതെ ചെയ്യുന്നതല്ല, ഭംഗിക്ക് ചെയ്യുന്നതല്ല, അത് ലിറ്റർജിക്കൽ അർത്ഥമുണ്ട് അതിന്. അൾത്താര സ്വർഗത്തിൻ്റെ പ്രതീകമാണ് എന്ന് കാണിക്കാനാണ് ഇവിടെ തങ്ക പെയിന്റ് ചെയ്തു വെക്കുന്നത്. അതുപോലെ ആ രൂപത്തിൽ മാതാവിൻ്റെ ഉടുപ്പിന്മേലും മാതാവിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ തങ്ക പെയിന്റ് ചെയ്യാൻ കാരണം സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. പേപ്പൽ ഫ്ലാഗ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പേപ്പൽ ഫ്ലാഗ് ഞാൻ അവിടെ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. പേപ്പൽ ഫ്ലാഗ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് മഞ്ഞയും വെള്ളയുമാണ്. പക്ഷെ അത് ശരിയല്ല.
മഞ്ഞയല്ല, ആ നിറം മഞ്ഞയല്ല, ഗോൾഡാണ്. ശരിക്കുള്ള ഒറിജിനൽ പേപ്പൽ ഫ്ലാഗ് ഗോൾഡ് നിറവും വെള്ള നിറവുമാണ്. ഗോൾഡ് എന്നത് സ്വർഗത്തെ കാണിക്കുന്നു, വെള്ള വിശുദ്ധിയെ കാണിക്കുന്നു. അതാണ് പേപ്പൽ ഫ്ലാഗ്. അപ്പൊ നമുക്കിപ്പോൾ ഈ രൂപത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഒന്ന്, മാതാവിൻ്റെ കൈകളിൽ ചേർത്ത് ഉണ്ണീശോ പിടിച്ചിരിക്കണം. അത്രയേറെ ആശ്രയബോധമുണ്ടെന്ന് കാണിക്കാനാണ്. അത് കണ്ടിട്ട് വേണം മാതാവ് എത്രയോ ശ്രദ്ധാപൂർവം തൻ്റെ മകനെ പരിപാലിച്ചു. ഈശോ എത്രയോ ആശ്രയബോധത്തോടെ മാതാവുമായിട്ട് ജീവിച്ചു. ഇനി ഈശോയെ കണ്ടാൽ ഒരു ചെറിയ കൊച്ചല്ല, ഏതാണ്ട് 10-12 വയസ്സായ ഒരു ചെറുപ്പക്കാരനെ പോലെ തോന്നും. പ്രായമായെങ്കിലും കുഞ്ഞാണ്. ഈ മാതാവിന് ഈശോ എന്നും കുഞ്ഞാണ്, പ്രിയപ്പെട്ട കുഞ്ഞാണെന്ന് കാണിക്കാനാണ് പ്രായമായ ഉണ്ണിയെ ചെറിയ ഉണ്ണിയായിട്ട് മാതാവ് കയ്യിൽ പിടിച്ചിരിക്കുന്ന രീതിയിൽ അത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് ഐക്കണാണ് എന്ന് വെച്ചാൽ ഒറിജിനൽ അല്ല, അതിന് മീനിങ്ങേ ഉള്ളൂ, അർത്ഥം ഉള്ളതാണ്. അർത്ഥമുള്ള ചിത്രങ്ങളാവണം. അത് നമുക്ക് ആ ചിത്രം കിട്ടുന്നത്, അതിൻ്റെ ഒറിജിനൽ ചിത്രം കിട്ടുന്നത് മാർപ്പാപ്പ അതിനെ ഏൽപ്പിച്ചിട്ടുള്ളത് റിഡംഡറിസ്റ്റ് വൈദികരെയാണ്. നമ്മുടെ കാർഡിനൽ വർക്കി വിധേയത്തിൽ പിതാവ് റിഡംഡറിസ്റ്റ് സഭയുടെ അംഗമായിരുന്നു. അവരാണ് നിത്യസമാധാന ചിത്രം പറയുന്നത്. പക്ഷേ മാതാവിൻ്റെ ഒത്തിരിയേറെ വ്യാജ രൂപങ്ങൾ മാർക്കറ്റിലെല്ലാം ഉണ്ട്, പ്രചരിച്ചു. ആളുകൾ ഈ 2 മാലാഖേനെ ഏതാനൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇത് വാങ്ങിച്ചിട്ട് നിത്യസഹായമാതാവ്, അതൊരു മാതാവിൻ്റെ രൂപമാണ്, കുഴപ്പമില്ല, മാതാവാണ്, പക്ഷെ നിത്യസഹായമാതാവിൻ്റെ ഐക്കണല്ല. അതുകൊണ്ട് നാം അറിഞ്ഞിരിക്കണം, നമ്മുടെ പള്ളിയിൽ കുർബാനയ്ക്ക് നാം ബൈബിൾ ഉപയോഗിക്കുന്നു. ഒരിക്കലും പ്രൊട്ടസ്റ്റന്റുകാരെ ബൈബിളോ വ്യാജമായി പ്രിന്റ് ചെയ്ത ബൈബിളോ ഉപയോഗിക്കുകയല്ല. സഭയുടെ ഔദ്യോഗിക ബൈബിളെ ആരാധനയ്ക്ക് ഉപയോഗിക്കുകയുള്ളൂ. POCയിൽ നിന്നാണ് സഭ ഔദ്യോഗിക ബൈബിൾ ഇറക്കുന്നത്. അതേ നമ്മുടെ കുടുംബങ്ങളിൽ ഉപയോഗിക്കാവൂ. പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ നിങ്ങൾക്ക് ഫ്രീ കിട്ടും, കോളേജുകളിലും സ്കൂളുകളിലും അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ കുറെ വ്യാജമുണ്ട്. അതിലെ പഴയ നിയമം പുതിയ നിയമം എടുത്താൽ 7 പുസ്തകം അതിലില്ല. പ്രൊട്ടസ്റ്റന്റുകാരുടെ ബൈബിളിൽ, സമ്പൂർണ്ണ ബൈബിളിൽ കത്തോലിക്കർ ഉപയോഗിക്കുന്ന 7 പുസ്തകം ഇല്ല. അതോടൊപ്പം തന്നെ വ്യാജമായ ട്രാൻസ്ലേഷൻസും അതിലുണ്ട്. നിങ്ങളുടെ വീടുകളിലിരിക്കുന്ന പുതിയ നിയമം വ്യാജമാണോ സഭയുടേതാണോ എന്നറിയാം. ഒരു ടെസ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞുതരാം, നിങ്ങൾ ചെന്ന് നോക്കിയാൽ മതി. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം കാനായിലെ കല്യാണ വിരുന്നിൻ്റെ ഭാഗം എടുക്കുക. അതെടുത്തു കഴിഞ്ഞിട്ട് അതിലിങ്ങനെയൊരു ഡയലോഗുണ്ട്. മാതാവ് ചെന്ന് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ് മാധ്യസ്ഥം വഹിക്കുകയാണ്. അപ്പോൾ ഈശോ പറയുന്നത്, എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനി ആയിട്ടില്ല. ഈശോ ഒഴിവൊഴിവ് പറയാണ്, പക്ഷെ മറിയം പറഞ്ഞുകൊണ്ട് നടത്തി കൊടുക്കുകയാണ്. അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനി ആയിട്ടില്ല. അത് ഒറിജിനൽ. പക്ഷെ പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ നിങ്ങൾ നോക്കിയാൽ അതിലൊരു വാക്ക് അവർ തിരികെ കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ എനിക്കും നിനക്കും തമ്മിലെന്ത്, തമ്മിൽ, അങ്ങനെ ഒരു വാക്ക് ഒറിജിനൽ ഇല്ലാത്തതാണ്. അപ്പം മറിയവും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് മാതാവിനെ നിഷേധിക്കാനായിട്ട് പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ ഉപയോഗിച്ചിരുന്നത് സൂത്രമാണ്. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കൊള്ളണം, ആ ബൈബിൾ വ്യാജമാണ്. അത് നമ്മുടെ ഔദ്യോഗിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ വല്ലതും വായിക്കാനോ കൊണ്ടുനടക്കാൻ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഒറിജിനലും വ്യാജവും തിരിച്ചറിഞ്ഞു കൊള്ളണം. നമ്മുടെ ആരാധനയിലും നമ്മുടെ ദേവാലയങ്ങളിലും മാർപ്പാപ്പ അപ്രൂവ് ചെയ്ത സഭ ഔദ്യോഗികമായിട്ട് പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങൾ വേണം ഉപയോഗിക്കപ്പെടാൻ. ഈ നിത്യസമാധാൻ്റെ കാര്യത്തിൽ ഒത്തിരി ആ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് വന്ന ഉടനെ ആ രൂപം അവിടെ നിന്ന് മാറ്റിയത്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ രൂപത്തെ നോക്കിയാൽ ഇതിൻ്റെ അങ്കി നോക്കുക, അഡീഷണലായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന പെയിൻറ്റിങ്സ് നോക്കുക, മാതാവ് എങ്ങോട്ട് നോക്കിയിരിക്കുന്നു നോക്കുക. ആ ചിത്രീകരണം അപൂർവമായൊരു ചിത്രീകരണമാണ്. ഞാനൊരു മാതാവിൻ്റെ രൂപം എന്നാലും ഓക്കെ, തെറ്റില്ല. പക്ഷെ നമ്മൾ നിത്യസഹായ മാതാവ് എന്ന് പറയുന്നത് സുവിശേഷമാണ്. ഈ സുവിശേഷത്തിൽ പോലും വ്യാജമായ വാക്കുകൾ കയറ്റുകയോ വ്യർത്ഥമായ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനോ പാടില്ല. ഒറിജിനൽ ആയിരിക്കണം. കാരണം ഇത് സഭയുടെ ഔദ്യോഗിക ഗ്രന്ഥമാണ്. അതുപോലെ നിത്യസഹായ മാതാവിൻ്റെ ഔദ്യോഗിക ചിത്രം മാത്രമാണ് നിത്യസഹായ മാതാവിൻ്റെ ചിത്രം. ആ ചിത്രത്തോട് നാം പ്രാർത്ഥിക്കുമ്പോൾ, ആ ചിത്രം ധ്യാനിക്കുമ്പോൾ ലൂക്ക വരച്ച സുവിശേഷം നാം ധ്യാനിക്കുന്നു, നാം പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ പ്രത്യേകത ആ മുഖം മാതാവിൻ്റെ മുഖത്തോട് ഏതാണ്ട് യോജിപ്പുള്ള മുഖമാണെന്നുള്ളതാണ്.
നമ്മളാരും മാതാവിൻ്റെ മുഖം കണ്ടിട്ടില്ല. മാതാവിൻ്റെ മുഖം നമുക്ക് ഇന്ന് കിട്ടുന്നത് അത് ലൂക്ക മുഖത്ത് ഈ മാതാവിനെ നോക്കി വരച്ചത് കൊണ്ടാണ് ആ മുഖം നമുക്ക് കിട്ടുന്നത്. മാതാവിൻ്റെ മുഖം ഏതാണ്ട് അതുപോലെയാണ് എന്ന് നമുക്ക് സങ്കല്പൂഹിക്കാനായിട്ട് പറ്റും. ഈ ചിത്രം സൂക്ഷിച്ചിരുന്നത് ബൈസന്റൈൻ എംപറർ, നമുക്കറിയാം കോൺസ്റ്റാന്റൈൻ ചക്രവർത്തി തൻ്റെ സാമ്രാജ്യം കത്തോലിക്ക സഭയ്ക്ക് എല്ലാം മാർപ്പാപ്പയ്ക്ക് എഴുതി കൊടുത്തു. ലാറ്ററൻ ബസിലിക്ക സഭയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തതിന് ശേഷം അദ്ദേഹം ഒരു ദ്വീപിൽ പോയി കോൺസ്റ്റാന്റിനോപ്പിളിൽ തൻ്റെ തലസ്ഥാനം ഉണ്ടാക്കി. അവിടെ അദ്ദേഹം പണിത കൂറ്റൻ ദേവാലയമാണ് ഹാഗിയ സോഫിയ. ഇന്ന് മുസ്ലിങ്ങൾ അത് പിടിച്ചെടുത്ത് തുർക്കിയിൽ പിടിച്ചെടുത്ത് അവരുടെ പള്ളി മോസ്കാക്കി മാറ്റി. പക്ഷെ അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുരാതനമായ കത്തീഡ്രലാണ്. അവിടെ ഒത്തിരിയേറെ വിശുദ്ധരുടെ തിരുശേഷിപ്പുകളും രൂപങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അവരത് പിടിച്ചെടുത്ത ഉടനെ മുസ്ലിങ്ങൾ പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ അതെല്ലാം സ്മഗിൾ ചെയ്യപ്പെട്ട, എല്ലാം കളവ് പോയി. കുറേ പേര് അത് കണ്ടോടത്തേക്കൊക്കെ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഈ മാതാവിൻ്റെ രൂപം അവിടെ നിന്ന് ക്രീച്ച് എന്ന് പറയുന്നൊരു ദ്വീപിലേക്ക് കൊണ്ടുപോയി. അത് പിന്നെ കച്ചവടക്കാർക്ക് വിറ്റു. അവസാനം പരിശുദ്ധ മാർപ്പാപ്പ, നമ്മുടെ വത്തിക്കാനിൽ അത് വരുന്നു, മാർപ്പാപ്പ അതിനെ സെയിൻറ്റ് അൽഫോൺസ് ദെ ലിഗോരിയുടെ ദേവാലയത്തിൽ ഇന്ന് റോമിൽ സൂക്ഷിക്കുന്നുണ്ട്. ഒരു പള്ളിയിൽ ഇതിൻ്റെ ഒഫീഷ്യൽ ചിത്രം സൂക്ഷിക്കുന്നുണ്ട്. ആ ഒഫീഷ്യൽ ചിത്രമാണ് മാതാവിൻ്റെ നിത്യസഹായമാതാവിൻ്റെ രൂപം. ബാക്കി എല്ലാം വ്യാജങ്ങളാണ്. ഓരോരുത്തർ അവരവരുടെ ഇഷ്ടമനുസരിച്ച് പെയിൻറ്റ് ചെയ്തിരിക്കുന്നതാണ്, കാണാൻ ഭംഗിക്കൊക്കെ പെയിൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നിത്യസഹായമാതാവിനോടുള്ള ഭക്തി എല്ലാ ശനിയാഴ്ച നമുക്ക് നൊവേനകളുണ്ട്, എല്ലായിടത്തും ഉണ്ട്. നിങ്ങളുടെ ചിലരുടെ വീടുകളിൽ ഞാൻ വന്നപ്പോൾ ഒറിജിനൽ രൂപം ഞാൻ കണ്ടു. അത് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്, ഇതാണ് നിത്യസഹായമാതാവിൻ്റെ ഒറിജിനൽ ചിത്രം. അത് കിട്ടിയത് ഈ സഭാ സ്രോതസ്സുകളിൽ നിന്ന് മാത്രമായിരിക്കും പബ്ലിക്കിന് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ചിത്രങ്ങൾ സൂക്ഷിക്കുക. ബാക്കി ചിത്രങ്ങൾ നിത്യസഹായമാതാവല്ല, മാതാവിൻ്റെ ഒരു ചിത്രമായി വണങ്ങണേന് ഒരു കുഴപ്പവുമില്ല. പക്ഷെ അത് നിത്യസഹായമാതാവ് പോലെ തോന്നിയാലും അത് നിത്യസഹായമാതാവിൻ്റെ ഐക്കണായിരിക്കുകയല്ല.